പാചകവാതക ക്ഷാമവും വൈദ്യുതി തടസ്സവും കുടിവെള്ള പ്രതിസന്ധിയും രൂക്ഷമാകുന്ന കാലത്ത് ചേർത്തലയിൽ നിന്ന് ഒരു വേറിട്ട വാർത്ത. കഴിഞ്ഞ 20 വർഷമായി പാചകവാതകവും വൈദ്യുതിയും സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ഒരു കുടുംബം. ചേർത്തലയിലെ തിരുവാതുക്കൽ കുടുംബത്തെ പരിചയപ്പെടാം. ചേർത്തല മുട്ടം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ എക്കണോമിക്സ് അധ്യാപകനായ ടി.പി. ജോസഫ് സാറിനും കുടുംബത്തിനും പാചകവാതക ക്ഷാമവും വൈദ്യുതി തടസ്സവും കുടിവെള്ള ക്ഷാമവും ഒരു പ്രശ്നമേ അല്ല. കഴിഞ്ഞ 20 വർഷമായി പാചകവാതകം സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചാണ് ഉപയോഗിക്കുന്നത്. ചേർത്തല മുട്ടം മാർക്കറ്റിന് സമീപത്തെ തിരുവാതുക്കൽ വീട്ടിൽ താമസം. 2006-ൽ 12,000 രൂപ മുടക്കി വീട്ടിൽ നിർമ്മിച്ചിട്ടുള്ള ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ആവശ്യത്തിലധികം പാചകവാതകം ലഭിക്കുന്നു. ആഹാര മാലിന്യങ്ങളാണ് പ്ലാന്റിൽ നിക്ഷേപിക്കുന്നത്. സമീപത്തെ മാർക്കറ്റിൽ നിന്നുള്ള കോഴി വേസ്റ്റും പച്ചക്കറി വേസ്റ്റും ഇതിൽ നിക്ഷേപിക്കുന്നുണ്ട്. ആവശ്യത്തിലേറെ പാചകവാതകം ലഭിക്കുന്നുണ്ടെന്ന് ജോസഫ് സാർ പറയുന്നു. 2006-ൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇതുപോലെയുള്ള ഒരു 2 ക്യൂബിക് മീറ്ററിൻ്റെ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഏറ്റവും അഭിമാനത്തോടെ പറയുന്നു, പാചകവാതകം വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. LPG സിലിണ്ടർ ഞങ്ങളുടെ വീട്ടിൽ വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. പൂർണ്ണമായി ബയോഗ്യാസിനെ ആശ്രയിച്ചാണ്. അപ്പോൾ അന്ന് ഇത് ചെയ്തപ്പോൾ ഒരു 12,000 രൂപയാണ് നമുക്കിതിന് ചിലവ് വന്നത്. അതിൽ 6,500 രൂപയോളം കാർഷിക സബ്സിഡി കിട്ടി, 5,000 രൂപ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടി. ചുരുക്കി പറഞ്ഞാൽ 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അന്ന് എനിക്കായത്. 28 ദിവസം മാത്രം നീണ്ടുപോയിരുന്ന ഒരു LPG സിലിണ്ടറിൻ്റെ സ്ഥാനത്ത് ഇന്ന് ഞാൻ LPG സിലിണ്ടറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. മറിച്ച് അൺലിമിറ്റഡ് യൂസ് എത്രമാത്രം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്ന വലിയ സാഹചര്യത്തിലേക്ക് എത്തി. കുളിക്കാനുള്ള വെള്ളം പോലും നമുക്കിതിൽ ചൂടാക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. അതിനേക്കാളൊക്കെ ഉപരി ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ബയോഗ്യാസിൻ്റെ സ്ലറി എൻ്റെ ഈ ചുറ്റുപാടും കാണുന്ന എല്ലാ സസ്യങ്ങൾക്കും ഞാൻ പുറമേ നിന്ന് വളമൊന്നും വാങ്ങിക്കുന്നില്ല. അത്തരത്തിലും നമുക്ക് വളരെയധികം സാമ്പത്തിക മെച്ചമുണ്ട്. എല്ലാ സസ്യങ്ങൾക്കും ആവശ്യമായ വളം ഇതിൽ നിന്ന് കിട്ടുന്ന ബയോഗ്യാസ് സ്ലറിയിൽ നിന്നാണ് ഞങ്ങൾ നൽകുന്നത്. ഏറ്റവും അഭിമാനത്തോടെ പറയുകയാണ്. കാരണം ഇനിയുള്ള തലമുറകൾക്കും വരും തലമുറകൾക്ക് ഈ പാരമ്പര്യേതര ഊർജ്ജ ഉറവിടത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഇന്ന് നാട് മുഴുവനും LPG ക്ഷാമം നേരിട്ട് ഹോട്ടലുകളും വീടുകളുടെയൊക്കെ അടുക്കള അടയ്ക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നവർക്കിടയിൽ എന്നും ഞാൻ ഇത് മാത്രമല്ല, പാരമ്പര്യേതര ഊർജ്ജ ഉറവിടങ്ങളെല്ലാം തന്നെ എൻ്റെ വീട്ടിൽ നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് 12,000 ലിറ്ററിൻ്റെ മഴവെള്ള സംഭരണിയുണ്ട്. മഴക്കാലത്ത് പൂർണ്ണമായും ഞാൻ അതിനെയാണ് ആശ്രയിക്കുന്നത്. അതുകൂടാതെ 5 കിലോ വാട്ടിൻ്റെ സോളാർ വൈദ്യുത നിലയം, മിനി വൈദ്യുത നിലയമുണ്ട്. അതിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടെ പറയുന്നു. 2,000 മുതൽ 5,000 വരെ കറണ്ട് ചാർജ് വന്നുകൊണ്ടിരുന്ന ഒരു വീട്ടിൽ ഇന്ന് 0 ഞങ്ങളുടെ കറണ്ട് ചാർജ്. മാത്രമല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന സർപ്ലസ് വൈദ്യുതി ഓൺ ഗ്രിഡിലൂടെ KSEBക്ക് നൽകി അതിൽ നിന്നൊരു വലിയ വരുമാനം ലഭിക്കുന്നു. ഇതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പാരമ്പര്യേതര ഊർജ്ജ ഉറവിടങ്ങളെ എത്രമാത്രം ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന സാഹചര്യങ്ങളാണ്. ഇനിയെങ്കിലും യുവതലമുറ ഇതുപോലെയുള്ള ഊർജ്ജ ഉറവിടങ്ങളെ കണ്ടെത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം. 2005-ൽ ഗ്യാസ് സിലിണ്ടറിന് 230 രൂപയായിരുന്നു വില. ഇത് താങ്ങാനാവാതെയാണ് 12,000 രൂപ മുടക്കി ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചത്. പ്ലാന്റിൽ നിന്നുള്ള സ്ലറി മികച്ച ജൈവ വളവുമാണ്. 40 സെന്റോളം സ്ഥലത്തെ വിവിധ ഫലവൃക്ഷങ്ങൾക്കും വാഴയുൾപ്പെടെയുള്ള സസ്യങ്ങൾക്കും വളവും ലഭിക്കുന്നു. 5 കിലോ വാട്ട് സോളാർ സിസ്റ്റം തയ്യാറാക്കി വൈദ്യുതിയും സ്വന്തമായി കണ്ടെത്തുന്നു. KSEBയുടെ വൈദ്യുതി തടസ്സം ഒരു പ്രശ്നമേ അല്ല ഈ കുടുംബത്തിന്. തീർന്നില്ല, 12,000 ലിറ്റർ ശേഷിയുള്ള മഴവെള്ള സംഭരണിയും സജ്ജമാണ്. ജപ്പാൻ കുടിവെള്ളമോ കുഴൽ കിണറോ ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ പാചകവാതക ക്ഷാമമോ വൈദ്യുതി തടസ്സമോ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നതോ ജോസഫ് സാറിനും കുടുംബത്തിനും ഒരു പ്രശ്നമേ അല്ല. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ്, എന്ത് ഫുഡ് വേസ്റ്റ് ആണെങ്കിലും അത് കളയാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ സ്ഥലം കുറവായിരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് പോലെയുള്ള സംവിധാനങ്ങൾ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇത് നമ്മൾ സംഭരിച്ച് ബയോഗ്യാസ് പ്ലാന്റിലിട്ട് അത് നമ്മൾ ഗ്യാസായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു പരിസര മലിനീകരണവും നമ്മുടെ സുസ്ഥിര വികസനം എന്നുള്ളൊരു ഒരു ഗ്ലോബലായിട്ടുള്ള ചിന്തയെ നമുക്കിതിലൂടെ സാധ്യമാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം അപകടരഹിതമാണ്. ഒരു രീതിയിലുള്ള അപകടം ഇതിൽ നിന്ന് നമുക്കുണ്ടാവുന്നില്ല. ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളത് കത്തിക്കുമ്പോഴും ഒക്കെ അപകടരഹിതമായിട്ടുള്ളൊരു ഇന്ധനമാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. പരേതനായ ലോനൻ പൈലവിയുടെയും അന്നമ്മ പൈലോയുടെയും മകനാണ് ടി.പി. ജോസഫ്. ഭാര്യ സോയാമോൾ അർത്തുങ്കൽ സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എക്കണോമിക്സ് അധ്യാപിക. ബിരുദ വിദ്യാർത്ഥി അമൽ ടി. ജോസഫ്, 10ാം ക്ലാസ് വിദ്യാർത്ഥി ആൻസ് ടി. ജോസഫ്,
8ാം ക്ലാസ് വിദ്യാർത്ഥി ആൽഫ്രഡ് ടി ജോസഫ് എന്നിവർ മക്കൾ.